Hi students, welcome to maths class. In the previous class we were discussing exercise 10.2. All the questions of those exercises are easy and you can try those questions yourself to discuss that. Let me to complete that exercise. Then tomorrow we can start another exercise. Actually I did not want to do this. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും പെട്ടെന്ന് ഒന്നങ്ങ് പറഞ്ഞ ഒരു ചെറിയ ക്ലാസ് ആയിട്ടങ്ങ് വിടുകയാണ്. A car has two wipers. 11th question. Exercise 10.2. 11th question. I am going to discuss exercise 10.3. 11th question. A car has two wipers which do not overlap. Each wiper has a blade of length 25 centimeter sweeping through an angle of 115 degree. Find the total area cleaned at each sweep of the blade. You all see that wiper അല്ലേ, നമ്മളൊക്കെ വണ്ടിക്ക് വൈപ്പർ ഉണ്ട്, രണ്ട് വൈപ്പർ ഉണ്ട്. ആ രണ്ട് വൈപ്പറും ഡു നോട്ട് ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ കാറിനകത്ത് വൈപ്പർ എനിക്കറിയത്തില്ല അത് ഓവർലാപ്പ് ചെയ്യുമെന്ന്. ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങോട്ട് തിരിയുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇത് ശരിക്കും എങ്ങനെയാണ്, ഒരു സെമി സർക്കിൾ എന്നുള്ള രീതിയിലാണ് അല്ലേ. ശരിക്കും മോർ ദാൻ സെമി സർക്കിൾ വരും. സെമി സർക്കിൾ വരത്തില്ല, അത്രയും റീജിയൻ വരത്തില്ല. സെമി സർക്കിൾ ആകുമ്പോൾ 180 ഡിഗ്രി വരുമല്ലോ. ഇവിടെ 150 ഡിഗ്രിയിലാണ് ഈ വൈപ്പർ ഇങ്ങനെ തിങ്ങുന്നത്. അപ്പൊ രണ്ട് വൈപ്പേഴ്സ് ഉണ്ട്. അപ്പൊ എത്ര ഏരിയ കവർ ചെയ്യും എന്നുള്ളത് വളരെ എളുപ്പമാണ്. ലെങ്ത് ഓഫ് ദ വൈപ്പർ ഇസ് ഗിവൺ. ബ്ലേഡ് ആ ലെങ്ത് ഓഫ് ദ വൈപ്പർ വിൽ ആക്ട് ആസ് ദ റേഡിയസ്. സർക്കുലർ ഷേപ്പിലല്ലേ മൂവ് ചെയ്യുന്നത്, സർക്കുലർ ഷേപ്പ്. സോ ലെങ്ത് ഓഫ് ദ വൈപ്പർ ഐ ഹാവ് ടേക്കൺ ഇറ്റ് ആസ് റേഡിയസ്. റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു വിച്ച് ഇസ് ഗിവൺ 25 സെന്റിമീറ്റർ. ആൻഡ് വൈപ്പർ എത്ര ഡിഗ്രി ഇത് വൈപ്പ് ചെയ്യുന്നുണ്ട്, എത്ര ഡിഗ്രി ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നുണ്ട്, 115 ഡിഗ്രി. ദെൻ ഏരിയ ക്ലീൻഡ് അറ്റ് ഈച്ച് സീപ്പ്. ഒന്ന് ഇങ്ങനെ സീപ്പ് ചെയ്യുമ്പോൾ എത്ര ഏരിയ, രണ്ട് ബ്ലേഡ് ഉണ്ട്. 2 ഇൻറ്റു ഏരിയ ഓഫ് ദ സെക്ടർ. ഫോർമുല എന്താ, θ/360 ഇൻറ്റു πr². അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ഫോൺ ചെയ്തപ്പം ഏരിയ ഓഫ് ദ സെക്ടർ എന്നാന്ന് ചുമ്മാ ചോദിച്ചു. നോട്ടൊക്കെ അയച്ചിട്ടുള്ള ഒരാളായിരുന്നു, ഒന്നും അറിയത്തില്ല. എത്ര നിസ്സാരമായ ഒരു ഫോർമുലയാണ് ഏരിയ ഓഫ് എ സെക്ടർ. സെക്ടർ എന്താണ്, ഒരു സർക്കിളിന്റെ ഒരു പീസാണ്. സർക്കിളിന്റെ ടോട്ടൽ ഏരിയ πr² ആണ്. ആ പീസിന്റെ ഏരിയ കാണാൻ θ/360 ആണ് ഫുൾ സർക്കിൾ. ഇത് എത്ര ആംഗിൾ സെന്ററിൽ ഉണ്ടെന്ന് നോക്കുക, അത്രയും പാർട്ട് ഓഫ് πr². അതുപോലും അറിയത്തില്ല, ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ. അതുപോലെ ആർക്ക് ലെങ്ത് കാണാൻ ഓർത്തിരിക്കുക, ടോട്ടൽ ലെങ്ത് 2πr. പിന്നെ ആ ആർക്ക് ലെങ്ത് വരുമ്പോൾ എത്ര ഭാഗത്തിന്റെ ആണെന്നുള്ളതിന് θ/360. ദാറ്റ് ഗീവ് പാർട്ട് ഓഫ് ദ സർക്കിൾ. θ/360 ഇൻറ്റു πr². Then 2 into 2 എന്നത് എങ്ങനെയാണ്, ബിക്കോസ് 2 ബ്ലേഡ്സ് ആർ ഹിയർ. രണ്ട് വൈപ്പർ ഉണ്ട്, രണ്ട് സൈഡിൽ വൈപ്പർ ഉണ്ട്. സോ 2 came. 2 into θ/360 into πr². θ 115. പൈയുടെ വാല്യൂ 22/7. 25 into 25. ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ, ആരാണ് എന്നോട് ചോദിച്ചു സിംപ്ലിഫൈ ചെയ്ത് കഴിയുന്നത്ര സിംപ്ലിഫൈ ചെയ്ത് എഴുതണം കേട്ടോ. ഞാനിതിപ്പോ ഇത്ര സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ ആകെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ 25 ആയിട്ട് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. ഇത് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 72 വരും. ഇവിടെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 23 വരും. അല്ലെങ്കിൽ ഇത് 5 വെച്ച് ഇവിടെ 5 ആയിക്കോളും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1,58,125/126 centimeter square. You have to multiply and check. So please read the next question. That also an easy question. Let us discuss question number 12. To warn ships for underwater rocks, a lighthouse spreads a red-colored light over a sector of angle 80 degree to a distance of 16.5 kilometer. Find the area of the sea over which the ships are warned. Okay. അതായത് ഷിപ്പ് അണ്ടർ വാട്ടർ റോക്സ് ഒക്കെ കാണാനുള്ള ഷിപ്പിന് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം ലൈറ്റ്, റെഡ് ലൈറ്റ്, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിപ്സിന് കാണാൻ വേണ്ടി ഒരു റെഡ് ലൈറ്റ് നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാവും. ചില ലൈറ്റൊക്കെ ഇങ്ങനെ എപ്പോഴും സീഷോറിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് സെൻട്രൽ ആംഗിൾ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ വൈപ്പർ പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആംഗിൾ ഇസ് ഗിവൺ ആസ് 80 degree. Central angle is given as 80 degree.
ആൻഡ് 65.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. ലൈറ്റ് കിട്ടുന്നത് 16.5 കിലോമീറ്ററിൽ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സീ ഓവർ വിച്ച് ദ ഷിപ്സ് ആർ വാണ്ട്. എത്ര ഏരിയയിൽ ഈ ഷിപ്സിന് ഇതിങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ഐ റോട്ട് ദി ആൻസർ. ആംഗിൾ, സെൻട്രൽ ആംഗിൾ ഇസ് ഗിവൺ ആസ് 80 ഡിഗ്രി ആൻഡ് റേഡിയസ് ആയിട്ട് പറയുന്നത് എത്ര ദൂരം ആ ലൈറ്റ് പോകുന്നു എന്നുള്ളതാണ്. എത്ര ദൂരം ലൈറ്റ് പോകുന്നുണ്ട്? 16.5 കിലോമീറ്റർ ലൈറ്റ് പോകുന്നുണ്ട്. അതാണ് നമ്മൾ റേഡിയസ് ആയിട്ട് പോകുന്നത്. 16.5 ആ ലൈറ്റ് ഹൗസിന്റെ അവിടുന്ന് 16.5 ഇതിലേക്കാണ് ഇങ്ങനെ ലൈറ്റ്. നിങ്ങളത് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കി. ഈ ലൈറ്റ് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ലൈറ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി വെട്ടം പോകുന്നത്. നമ്മളൊരു ടോർച്ച് ഇങ്ങനെ സർക്കിളിലായിട്ട് അടിക്കുന്നത് പോലെ തന്നെ. ഓക്കെ, അപ്പം ഏരിയ ഓഫ് സീ ഓവർ വിച്ച് ദ ഷിപ്സ് ആർ വാണ്ട് θ/360 into πr². എല്ലാം നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. ഈ ഫൈനൽ ആൻസർ എപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട്. ഒരുപാട് പേര് 80% ആളുകളും ചുമ്മാ മഴ ചെയ്ത് എഴുതുകയാണ്. ഞാൻ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് തെറ്റാന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പക്ഷെ അത്ര തെറ്റൊന്നും അല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 80/36 മാത്രം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമുക്കത് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2, 9. ഓക്കെ, ദെൻ വീണ്ടും ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്തോളുക. ഇപ്പോഴും എന്നോട് ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ഡെസിമൽ ആയിട്ട് എഴുതിയാൽ മതിയോ അതോ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാൽ മതിയോ? അതിനായിട്ട് എനിക്ക് പറയാനുള്ളത്, പൈയുടെ വാല്യൂ 3.14 ആയിട്ട് തരുവാണെങ്കിൽ അതിങ്ങനെ ഡെസിമൽ ആയിട്ട് എഴുതണം. ഇനി പൈയുടെ വാല്യൂ 22/7 നിങ്ങളത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാലും മതി. നമ്മുടെ ബാക്ക് സൈഡ് ആൻസേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. ശരിയല്ലേ എന്ന് നോക്കി. പൈയുടെ വാല്യൂ എപ്പോഴെങ്കിലും 3.14 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ യു വാണ്ടഡ് ടു ഫൈൻഡ് ദ ആൻസർ ഫൈനലി ഇൻ ഡെസിമൽ ആയിട്ട് വേണം നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. 13th ക്വസ്റ്റ്യൻ നോക്കി. എ റൗണ്ട് ടേബിൾ കവർ ഹാസ് 6 equal designs as shown in the figure. Round table. Question number 13. Please see the figure. Question number 13. A round table cover has 6 equal designs as shown in the figure. A round table cover ആണ്. ഇതിന്റെ ഡിസൈൻസ് ഉണ്ട് ഇങ്ങനെ. As shown in the figure. If the radius of the cover is 28 centimeter, find the cost of making the designs. Find the cost of making the designs at the rate of rupees 0.35 per centimeter square. So here it is given as √3 is 1.73. If it is given like that, you wanted to write the answer in decimal. Otherwise you can write in fraction. എപ്പോഴെങ്കിലും ഈ 1.73 √3യുടെ വാല്യൂ അല്ലെങ്കിൽ പൈയുടെ വാല്യൂ 3.14 യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെസിമലിൽ തന്നെ വേണം ആൻസർ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതറിയാം. സെഗ്മെന്റിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല. റൗണ്ട് ടേബിളിൽ ഈക്വൽ ഡിസൈൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ റൗണ്ട് ടേബിൾ കവറിന്റെ സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇതിന്റെ സെൻട്രൽ ആംഗിൾ നോക്കാം. What will be the central angle? You can draw only with the dotted lines. Dotted lines ആക്കി വരയ്ക്കണേ. Central angle. See, what will be the central angle? What will be the central angle? See how many such designs are there? 6 such designs are there. So the central angle is 360 divided by 6, that is 60 degree. 60 degree ആണ് central angle. So how to find area of one design? Area of sector എന്ന് പറഞ്ഞാൽ like a pizza piece or cake piece minus area of triangle. Triangleന്റെ area subtract here, then we get area of the segment. Here how many such segments are there? 6 segments are there. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഇതിന്ന് ഒരു സെക്ടർ മാത്രം നമ്മൾ ഇങ്ങനെ എടുത്ത് വരയ്ക്കാന്ന് വിചാരിച്ചോ. 60 ഡിഗ്രിയിലുള്ള ഒരു സെക്ടർ മാത്രം. അപ്പൊ ഈ ഒരു സെക്ടർ ഞാൻ ഇങ്ങോട്ട് റീഡ്രോ ചെയ്തിരിക്കുകയാണ് ഈ സെക്ടർ. അപ്പൊ നമുക്ക് ഇത് നോക്കണം. ആദ്യം സെക്ടറിന്റെ ഏരിയ 360. വീണ്ടും നമ്മൾ എങ്ങനെയായിരുന്നു? സെക്ടറിന്റെ ഏരിയ മൈനസ് ട്രയാങ്കിളിന്റെ ഏരിയ വിൽ ഗിവ് ഏരിയ ഓഫ് ദ സെഗ്മെന്റ്സ്. Hope you understood the problem. Let us discuss. Here the radius is given 28 centimeter.
radius. First of all, we can start with r is equal to 28 centimeter. And theta, how to get angle theta? I understood 6 sides ആണുള്ളത്. അപ്പോൾ 6 ഈക്വൽ ആയിട്ട് 1, 2, 3 ഇവിടെ ഒന്ന് കിട്ടും. 1, 2, 3, 4, 5, 6 will get. You will get 6 equal triangle. Then theta you will get 360 by 6. That is 60 degree ആണ് central angle. So area of the minor sector. You know the formula. Area of minor sector. Area of minor sector. Area of minor sector theta by 360 into pi r square. Then 360 by അല്ലെങ്കിൽ 1/6 എന്ന് എടുത്താൽ മതി. ഓരോസും 6 ആയിട്ടല്ലേ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. So each part is 1/6 of pi r square. Pi value which is not given, so you added to utility 22/7. And radius is 28. കണ്ടോ, അതവിടെ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് കെട്ടി ഇത് 6 ആക്കുക. then ഇത് കട്ടായി പോകും. ഇത് കട്ടായി പോകുമ്പോൾ എത്ര കിട്ടും? 28 4 times. Then if you want you can cancel this 3 and here you get 2. So you get 22 into 2 into 28 divided by 3. Multiply ചെയ്യണം. Then you get 1032. Okay, 1032. 2 into 2 4 4 into 8. Okay, 1032 divided by 3 centimeter square. That is the area of the minor sector. Then you have to find area of triangle AOB. Area of triangle OAB. OAB. Area of triangle OAB. We used to find this area of triangle OAB. OAB. That is, for that what you have to do? You wanted to drop a perpendicular. Draw OM perpendicular to AB. We usually draw such a perpendicular. നമ്മൾ ഇങ്ങനെ ഒരു perpendicular വരയ്ക്കും. അപ്പോൾ നമുക്കറിയാം ഈ 60 ഡിഗ്രി ആയിട്ട് ഉള്ള ആംഗിൾ എത്ര ഇതാവും? 30 degree, 30 degree. You know the proof there. Isn't it? This will become 30 degree. OM perpendicular to AB. So you wanted to prove the triangles are congruent triangle. In right triangle OAM and right triangle OBM. Right triangle OAM and OBM. OM perpendicular to AB വരയ്ക്കുക. OM perpendicular to AB. Then right triangle OAM and OBM. നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലംസ് ഹോംവർക്ക് ചെയ്തവർക്ക് അറിയാം. ഒപ്പം അടിക്കുന്നവരെ സംബന്ധിച്ചും ഒരു ഇക്വേഷൻ ഇതുവരെ പഠിക്കാത്തവരെ സംബന്ധിച്ചും ഒക്കെ ഇത് ബുദ്ധിമുട്ടാണ്. റെഗുലർ ആയിട്ട് പഠിച്ചു പോവുക. നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെയും കഴിഞ്ഞ ഒരു ചാപ്റ്ററിന്റെയും കൂടെ ഒക്കെ വൈവ ഞാൻ ഈ ആഴ്ചകളിൽ വിളിച്ച് ചോദ്യം ചോദിക്കും. റാൻഡം ആയിട്ടായിരിക്കും വിളിച്ച് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ OAM ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ OBM. യു നോ ദാറ്റ് OA is equal to OB. ഇതൊക്കെ കഴിഞ്ഞ റോളന്ത് പഠിച്ചവർക്ക് മനസ്സിലായവർക്ക് നന്നായിട്ട് മനസ്സിലായതാണ്. OA is equal to OB because radii of same circle. ഒരു സർക്കിളിന്റെ തന്നെ റേഡിയസ് ആണ്. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കിട്ടി അല്ലെ. ഇനി OM is equal to OM. It is common. 3-4 questions they proof it. 3 or 4 questions we wrote with the same proof. So triangle and angle is 90 degree. Angle OMA is equal to angle OMB is equal to 90 degree. Since OM is perpendicular to AB. So triangle OAM is congruent to triangle OBM. Everybody knows. Those who watch the class regularly knows the rule, RHS congruence rule. വാച്ച് ചെയ്തെന്ന് വെച്ച് ചുമ്മാ കോപ്പി പടം വരയ്ക്കുന്ന പോലെ മോഡേന്ന് നോക്കി എഴുതുന്നവരുണ്ട് കേട്ടോ. So we can say that from this we can say that AM is equal to BM. AM is equal to BM. CPCT and the corresponding angles. Angle OAOM is equal to angle BOM. And the total is 60. That is equal to half of 60 degrees. So measure of each angle. Angle AOM is equal to half of 60. It is 30 degree. ഇനി നമ്മൾ സൈഡ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ട്രയാങ്കിളിന്റെ സൈഡ്സ്. Yes, we have to use trigonometry. See, right triangle, isn't it? So in right triangle OAM, in right triangle OAM, right triangle OAM, this
30 degree is one of the angle and hypotenuse is 20 degree. We can find OM. OM ആണ് പെർപെൻഡിക്കുലർ. OMന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് എടുക്കണം പറഞ്ഞേ? ട്രിഗണോമെട്രി എന്തെങ്കിലും മനസ്സിലായവർക്ക് അറിയാം. 30 എന്ന് പറയുന്നത് ഈ ഇതിന്റെ 30 ഡിഗ്രി ഇതാണ്. അപ്പൊ ഈ OM എന്ന് പറയുന്നത് 30യുടെ എന്ത് സൈഡാണ്? ഇതുവരെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും തിരിച്ചറിയാത്തവരുണ്ട് കേട്ടോ. OMന്റെ ഓപ്പോസിറ്റ് സൈഡ് AM, അല്ലെങ്കിൽ ഇതിന്റെ AM ഓർ BM ആണ് ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസ്റ്റന്റ് സൈഡ് ഏതാണ്? OM. സോ ഞാനിവിടെ ആദ്യം എടുക്കുന്നത് cos 30 ആണ്. cos 30 is equal to OM by cos 30 is equal to OM by OA. OM by OA. Adjacent side by hypotenuse. Cos 30. What is cos 30? Do you remember? Cos 30 root 3 by 2. ഇതൊക്കെ വാല്യൂ അറിയണം. OM cos 30 root 3 by 2. OM that we are going to find. OA, the radius of the circle is given. It is 28. Then from this cross multiply ചെയ്തേ. 2 OM is equal to 2 into OM is equal to 28 root 3. OM is equal to 28 divided by 2 വരില്ലേ? 20 എന്നൊക്കെ വായിക്കുന്ന മക്കളാണ് എനിക്കുള്ളത്. 2 OM is equal to 28 by root 3, then 28 by root 3 by 2. 20 കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്തേക്കരുത് കേട്ടോ. അത്രയും കോപ്പി അടിച്ച് എഴുതുന്ന ടീമാണ്. 14 root 3 OM. Now we have to find AB also. For that sin 30 is equal to sin 30 triangle നോക്കി പറഞ്ഞേ. AM ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? 30യുടെ ഓപ്പോസിറ്റ് സൈഡ് AM by OA. OA is the hypotenuse. Sin 30 1 by 2. AM we wanted to find OA. It is given as 28. Cross multiply the 2 AM is equal to 28. Then AM is equal to 28 divided by 2. It is 14. We have to find AB. AB is equal to 2 times of AM. കാരണം total length M is the midpoint ആണ്. So 2 into 14 we get it is 28 centimeter. Then let's find area of triangle. May I rub this? ഒരു ഭാഗം മാറ്റിവെക്കട്ടെ, എന്നാലല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. So we have, I will write here. Okay. So we have area of triangle OAB is equal to half into AB into OM. എല്ലാ പ്രോബ്ലം ചെയ്യുന്നതാണ്. Half into AB 28 into OM. OM we have 14 root 3. It cancel out 28. Then 14 into 14 into root 3. That is 14 into 40, 193 root 3. 193 root 3. So 193 അല്ല 196 into 1.7 ചെയ്യണം. Then area of triangle will get 1.9 into 7 ചെയ്യുക. 1.96 into 1.7 you will get 333 തന്നെ ചെയ്യണേ. 333.2. Okay, area of triangle we got. Now what is the area of a sector? Area of a sector. Area of a sector is equal to, you should write it, area of minor segment. Area of minor segment. Area of minor segment. You can write area of sector minus area of triangle. Area of sector, what we got as area of sector? Did we find area of the sector? Yes, we got it. 1232 by 3 minus 333.2. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 410.66. So we write it as 67 minus 333.2. 333.2. So on simplification you will get 77 point, you wanted to find it, 47 centimeter. 77.47 centimeter. Okay, hope you understood this. ഇനി നമുക്ക് റബ് ചെയ്താലേ എഴുതാൻ പറ്റും. അപ്പൊ ഈ ഭാഗം ഞാൻ റബ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമുക്ക് ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ് കിട്ടിയത്, ഒരു സെഗ്മെന്റിന്റെ. We should find the cost. Now we got area of one minor segment.
ഒരു മൈനർ സെഗ്മെന്റിന്റെ ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്, ഈ സ്മോൾ റീജിയൻ that we got 77.47 centimeter square. So actually it is area of one design for 77.47. How many such designs are there? We are having 6 designs. Then area of 6 designs, 6 into 77.47. So 6 into 77.47, what we get? 464.82 centimeter square. We are going to find the cost of making the design at the rate of rupees 0.35 per centimeter square. This much centimeter square is there, per centimeter square 0.35. So you should multiply by 0.35. 464.82 into 0.35. The final answer you get 162.68 rupees. That is the approximate cost of making a design. So let us discuss the last problem of this exercise. See the 40th question, it is a multiple choice question. Area of a sector of angle P is given as degree of circle with radius R. You know the formula. What is the formula? Sector formula. അതുപോലും അറിയില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാർ വെറുതെ ആരോടെങ്കിലും ചോദിച്ച് നോട്ട് എഴുതുന്നതാണോ ക്ലാസ് എഴുതുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും കാര്യമായിട്ട് ഈ സെക്ടറിന്റെ ഏരിയ പഠിപ്പിച്ചിട്ട് ഇപ്പോഴും ഫോർമുല അറിയാത്തവരുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ മടിയായി തുടങ്ങി. 1-2 പേരെ ഫോൺ വിളിക്കുമ്പോൾ തന്നെ മടുക്കും കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ ഒന്നും പഠിക്കുന്നുമില്ല, ഒന്നുമില്ല. റെഗുലറായിട്ട് പഠിച്ചു പോകണം കേട്ടോ. പരീക്ഷ അടുത്ത ആഴ്ചയാണ്. സോ ഫോർമുല ഈസ് തീറ്റ ബൈ 360. സെക്ടറിന്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. തീറ്റയ്ക്കുള്ള പ്ലേസിൽ പി ബൈ 360 ഇൻറ്റു പൈ. ഇവിടെ റേഡിയസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടോ എന്ന് നോക്കി. ഇവിടെ 2πr ആണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് റോങ്. ഇവിടെ പി ബൈ 360 ആണ് വേണ്ടത്. ഇവിടെ 180 ആണ്. സോ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. Here 2πr is came, so the option is not correct. What about this option? P by 720 into 2πr square. അപ്പോൾ ഇത് 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ എത്ര കിട്ടും? 360. So this is theta by 360 into pi r square. So the option D is our correct option. My dear students, please study regularly. ക്ലാസ് കാണുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. കാര്യങ്ങൾ ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചാൽ പോലും അറിയാൻ മേലാത്ത അവസ്ഥയിൽ ക്ലാസ് കാണുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. So please study well. Thank you for watching.